ഫ്രണ്ട്സ്, അമ്മൂസ് ആൻഡ് പാത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ പോകാം വീഡിയോയിലേക്ക്. അങ്ങനെ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ചൂര മീനൊക്കെ കിട്ടി. അത് അച്ചാറിടുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അച്ചാറിടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കിലോ ചൂര മീനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ നമുക്ക് ചേർക്കാം. അതിനാവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ അതിലേക്ക് 1 സ്പൂൺ മുളകിടുക. മുളക് വറുത്ത് പൊടിച്ചതാണ്. പിന്നെ കുറച്ച് കായപ്പൊടി ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ അച്ചാറിടുന്നത് കൊണ്ട് പാത്തുവാണെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി സമ്മതിക്കേയില്ല. അങ്ങനെ പിന്നെ ചേട്ടൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം. മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും മുളക് പൊടിയും 1 സ്പൂൺ ഇട്ടുള്ളൂ അല്ലേ. ഇത് നല്ല എരിവുണ്ട്. എരിവ് കുറഞ്ഞതാണെങ്കിൽ 2 സ്പൂൺ ഇടാം. ഇതിപ്പോൾ ഞങ്ങൾ ഏതൊക്കെ മുളക് പൊടി ചേട്ടാ, മറ്റേ എരിവുള്ളതും കളറിനുള്ള മുളകും കൂടെ ചേർത്താണ് പൊടിച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. ഇത് എരിവുണ്ട് കുറച്ച്, അതുകൊണ്ട് 1 സ്പൂണ് മുളക് പൊടിയും കായപ്പൊടിയും മഞ്ഞൾപ്പൊടി 1/2 സ്പൂണും പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഇത് മസാല നല്ലോണം എല്ലായിടവും ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴേക്കും നല്ലോണം ഇതിലേക്ക് മസാലയെല്ലാം നല്ലോണം പിടിക്കും. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇവ 3 ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുക്കുക. അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി, ഞാൻ ഇവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അടുപ്പത്തേക്ക് വയ്ക്കുക. അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് എള്ളെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരു 100 ml ഒരു ബോട്ടിൽ എണ്ണ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചട്ടി ചൂടാകുമ്പോഴേക്ക്, ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ എണ്ണ ചൂടാകുമ്പോഴേക്കും എണ്ണയിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കറിവേപ്പില ഇവ 3 ഇട്ട് കൊടുത്ത് ചൂടാക്കിയെടുക്കുക. ആദ്യം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്നിച്ചിട്ട് കൊടുത്താൽ, കാരണം ഇതെല്ലാം കൂടെ അടുത്ത് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ആ ഒരു പച്ചമണമൊക്കെ മാറുമ്പോഴേക്കും ഇതെല്ലാം എടുത്ത് അരച്ചാണ് എടുക്കുന്നത്. അരച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം ഇത് ചൂടാക്കിയെടുക്കുക. ഇനി വെയിറ്റ് ചെയ്യുക ഒരല്പം ഗോൾഡൻ കളർ ആവുന്നത് വരെ. നമ്മുടെ ഇവിടെ അച്ചാറിടാൻ വേണ്ടിയിട്ട് നോക്ക് ചീനച്ചട്ടിയിൽ എന്തോന്ന് ഇഞ്ചിന്ന് വെളുത്തുള്ളിയൊക്കെ അറിയാവോ പാത്തൂന്? നല്ല മഴ ഇരുട്ടുണ്ട് ഉണ്ട്. രാവിലെ കുറേ മഴയൊക്കെ പെയ്ത് അത് കഴിഞ്ഞ് നല്ലോണം മഴ ഇരുട്ടൊക്കെ ഉണ്ട്. ഇന്ന് ചേട്ടനാണ് ചൂര അച്ചാർ ഇടുന്നത്. ചൂര അച്ചാർ നമുക്ക് ഒരേ ഒരു കോഴി നിൽപ്പുണ്ട്. അതിൻ്റെ കൂക്കലാണ് ഇതിൽ കേൾക്കുന്നത്. ഗോൾഡൻ കളറായോ ചേട്ടാ? ഇല്ല. ചേട്ടനാണ് ഇന്ന്. പാത്തൂന് രാവിലെ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. കുറച്ച് സമയം എടുക്കും അല്ലേ അത് ഗോൾഡൻ കളർ ആവാൻ വേണ്ടി? ഇന്ന് മഴയായതുകൊണ്ട് ചേട്ടൻ ഇന്ന് ജോലിക്ക് പോയില്ല. അതുകൊണ്ട് ഇന്ന് മീൻ അച്ചാറിടാൻ പറ്റും അല്ലേ? അപ്പോഴേക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കുക. അരിപ്പ പോലത്തെ എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ട്, മീനൊക്കെ വറുത്ത് കോരുന്ന സ്പൂൺ ഉണ്ടെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും വെച്ച് ഇത് ആക്കിയെടുക്കണം. ഒരല്പം ഗോൾഡൻ കളർ ആവണം. ആകുമ്പോഴേക്ക് വെളുത്തുള്ളിയെല്ലാം നല്ല ഗോൾഡൻ കളറാവും. ആകുമ്പോഴേക്ക് ഇതെല്ലാം കറിവേപ്പിലയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്.
അങ്ങനെ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷമേ അരച്ചെടുക്കാവൂ. എല്ലാം കോരി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ലേ, അത് മസാലയെല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം മൂപ്പിച്ചെടുക്കണം. വറുത്ത് കോരില്ലേ അതുപോലെ നല്ലോണം വറുത്ത് മൂപ്പിച്ചെടുക്കണം. ഈ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് ഇത്രയും കോരിയെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് ഈ മീൻ നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഒരു അടപ്പ് പാത്രം എടുത്ത് വെച്ചിട്ട് അടച്ച് വെച്ച് അല്പം വേവിക്കുക. വേവിച്ചതിന് ശേഷം അല്പം മറിച്ചും തിരിച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. രാവിലെ തൊട്ടേ നല്ല മഴ പെയ്യണുണ്ട്. മഴ മഴ മഴ. ചേട്ടൻ അച്ചാറിടുന്നത് കൊണ്ട് എനിക്ക് ക്ലീനിങ് സെക്ഷനാണ്. മീൻ ഏകദേശം ആയിട്ടുണ്ട്. നല്ലോണം അടപ്പ് തുറന്ന് നമുക്ക് നോക്കാം. കണ്ട, ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി അല്പം മൊരിച്ചെടുത്താൽ മതി. ഒരു സൈഡ് മറിച്ചിട്ട് എടുക്കുക. ഈ വേകാത്ത സൈഡെല്ലാം കണ്ട മൊരിഞ്ഞിട്ടുണ്ട് നല്ലോണം. ഇനി ഇതെല്ലാം മീൻ കുറച്ചൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. ഈ മൊരിയാത്ത ഭാഗമൊക്കെ തിരിച്ചിട്ട് കൊടുക്കുക. മറിച്ച് തിരിച്ചിട്ട്. പുറത്ത് നല്ല മഴ. കണ്ട, നല്ലോണം ഒരു സൈഡ് നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അടച്ച് വയ്ക്കുമ്പോഴേക്ക് നല്ലോണം വേഗം കേട്ടോ. തുറന്ന് വെച്ചിട്ട് വറുത്തെടുക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് സമയം അടച്ചൊക്കെ വെച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് അല്പം തീ കൂട്ടി വെച്ചിട്ട് അടുത്ത് അല്പം മൊരിച്ചെടുക്കണം. അപ്പോൾ മൊരിഞ്ഞും കിട്ടും, വെന്തും കിട്ടും നല്ലോണം. അല്ലാതെ തീ മാത്രം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് വേവിക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞ് കിട്ടും. ഉൾഭാഗമൊന്നും നല്ലോണം വേഗത്തില്ല. പക്ഷേ ഇങ്ങനെ അടച്ച് വയ്ക്കുമ്പോഴേക്ക് നല്ല പാകത്തിന് കിട്ടും. പാകത്തിന് വേകുകയും ചെയ്യും, അതുപോലെ തന്നെ മൊരിഞ്ഞും കിട്ടും. ടിക്കറ്റ് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അല്ലേ ചേട്ടാ? പാത്രം കണ്ണീര് ഓ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഇപ്പം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ഈ പാകം ആകുമ്പോഴേക്കും ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി. നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മീനുകളും ഇതുപോലെ വറുത്ത് കോരി എടുക്കും. മീൻ ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതാ കോരി വെച്ചിരിക്കുന്നത് ഇത് തണുത്തിട്ടുണ്ട് നല്ലോണം കേട്ടോ. നല്ലോണം തണുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ ഉണങ്ങിയിരിക്കുന്ന ജാറിൽ വേണം ഇട്ട് കൊടുക്കാൻ. കാരണം അച്ചാറായതുകൊണ്ട് ചീത്തയാവും. അങ്ങനെ ഇത് ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടിച്ചെടുക്കുക നല്ലോണം. ഇതിനെ അടിച്ചെടുക്കാം. ഒന്ന് ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. നല്ലോണം അരയണ്ട, കുറച്ചൊന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ വറുത്ത് കോരി എടുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ കുറച്ച് കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിനുശേഷം എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില പേസ്റ്റ് ഇട്ട് കൊടുക്കും. ആ എണ്ണയിലേക്ക്
ഇത് ഓൾറെഡി ചൂടായിരിക്കുന്നത് കൊണ്ട് അധികം നേരം ഇട്ട് വഴറ്റേണ്ട കാര്യമില്ല. ഇതിലേക്ക് അടുത്തിനി നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി നേരത്തെ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്, എങ്കിലും കുറച്ച് അരപ്പിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ഒരു 3/4 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉലുവപ്പൊടി, പിന്നെ ഒരല്പം കായപ്പൊടി, ഇത്രയും ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അച്ചാറിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് നല്ലോണം. പൊടി ഐറ്റംസ് എല്ലാം നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 2 അടപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി. ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കി വെക്കുക. ഇനി ഇതെല്ലാം ഈ അരപ്പ് അല്പം ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിം ആക്കി അല്പം അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. ചൂര മീൻ കറി അച്ചാർ റെഡി ആയിട്ടുണ്ട്. പാത്തുമാണ് ആദ്യം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. കഴിച്ച് നോക്ക്, കൊള്ളാമെന്ന്. ഇഷ്ടപ്പെട്ട അമ്മയ്ക്ക് തരുമോ? ആ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? സൂപ്പർ എന്ന് പറ, അങ്ങോട്ട് നോക്കി പറ. സൂപ്പർ. അങ്ങനെ ഞങ്ങളുടെ ചൂരമീൻ അച്ചാർ സൂപ്പറായിരുന്നു അല്ലേ? ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ. സീ യു പറ. See you.